ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. ബാലിയിൽ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ സ്പോട്ടായ ഹന്താര ഗേറ്റിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉളുന്താനുബറാത്തൻ ടെമ്പിൾ. അതായത് നോർത്ത് ഉബൂദിലാണ്. ബാലിയിലെ ഒരു ഐക്കോണിക് ടെമ്പിളായ ഉളുന്താനുബറാത്തൻ ബേസിക്കലി ഒരു ശിവക്ഷേത്രമാണ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഹൈറ്റിൽ ലേക്ക് ബറാത്തൻ്റെ തീരത്താണ് ഉളുന്താനുബറാത്തൻ ടെമ്പിൾ. ബാലിയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് തന്നെ പറയാം. ഉളുന്താനുബറാത്തൻ ടെമ്പിളിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. രാവിലെ ഇത് തുറക്കുന്ന സമയത്തും പിന്നെ വൈകിട്ട് സൺസെറ്റിനോട് അടുപ്പിച്ചുള്ള സമയത്തേക്കാണ് തിരക്ക് കൂടുതൽ. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 75,000 IDR ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. ടാക്സിക്കൊക്കെയാണ് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ വന്നു കഴിയുമ്പോൾ നേരെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പോൾ അങ്ങനെ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തു. ഇതിൻ്റെ അകത്ത് ശരിക്കും ടെമ്പിൾ മാത്രമല്ല, ടൂറിസ്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള വലിയൊരു ഗാർഡൻ ഏരിയ ആണ്. ടെമ്പിൾ കോംപ്ലക്സ് ഒക്കെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞൊരു ഗേറ്റ് കൂടി കഴിഞ്ഞിട്ടാണ്. എങ്ങോട്ട് നോക്കിയാലും നിറയെ പച്ചപ്പും പല കളറിലെ പൂക്കളും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ സൈഡിൽ ഒരു വലിയൊരു ഏരിയയിൽ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അതിനടുത്തായിട്ട് ചെറിയ കോഫി ഷോപ്സും ഐസ്ക്രീം പാർലേഴ്സും ഒക്കെ ഉണ്ട്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫ്രെയിംസ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ബാലിയിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ് ടെമ്പിൾ എന്നാണ് ഉളുന്താനുബറാത്തനെ പറ്റി പറയുന്നത്. പുറത്തുനിന്നുള്ളവർക്ക് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ കോംപ്ലക്സിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പിൾ എന്നുള്ളതിനേക്കാളും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ബാലിനീസ് ഹിന്ദുസ് വിശ്വസിക്കുന്ന അവരുടെ സുപ്രീം പവറായ സംഗ്യാങ് വിധി വാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ് സാരിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. സംഗ്യാങ് വിധിയുടെയും ചടങ് സാരിയുടെയൊക്കെ ഡീറ്റെയിൽസ് ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട്. ടെമ്പിൾ കോംപ്ലക്സിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെയായിട്ട് ബാലിനി സ്പ്ലിറ്റ് ഗേറ്റ് ആയ ചാന്തി ബെൻറ്റാർ കാണാം. ബാലിയിൽ ഇതുപോലെ നിറയെ സ്പ്ലിറ്റ് ഗേറ്റ്സ് ഉണ്ടെങ്കിലും എവിടെയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്ക് തന്നെയാണ്. ബാലിനീസുകാരുടെ കൾച്ചറിലും ജീവിതത്തിലും ഒക്കെ വെള്ളത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയൊക്കെ ലക്ഷണമായിട്ടാണ് അവർ ജലത്തെ കാണുന്നത്. അതുകൊണ്ട് ബാലിനീസ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ദേവി ദാനു എന്ന് പറയുന്ന ജലദേവതയ്ക്ക് വേണ്ടിയിട്ട് 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ ഉളുന്താനുബറാത്തൻ ടെമ്പിൾ. ബറാത്തൻ തടാകവും ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളും എല്ലാം സംരക്ഷിക്കുന്നത് ദേവി ദാനു ആണെന്നാണ് ഇവരുടെ വിശ്വാസം. അടുത്ത ഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് ചെല്ലുന്നത് മിഡിൽ കൂട്ടിയാട് ഏരിയയിലേക്കാണ്. കയറുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ വലിയ കല്ലിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. മെയിൻ ആയിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് കയറരുത് എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. അതുപോലെ ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ പുറത്തുള്ള ഏരിയയിലായിട്ട് ഒരു ബുദ്ധിസ്റ്റ് സ്തൂപ സ്ട്രക്ചർ കാണാം. ബുദ്ധമത വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണത്. ഇങ്ങനെ ഒരു ഹിന്ദു ടെമ്പിളിൻ്റെ പുറത്തൊരു ബുദ്ധിസ്റ്റ് സ്ട്രക്ചർ ഉള്ളത് പണ്ട് കാലത്ത് ഹിന്ദുയിസവും ബുദ്ധിസം ഒന്നിച്ചു പോരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. അടുത്ത മതിൽ കടന്ന് ഉള്ളിലേക്ക് കയറിയാൽ മിഡിൽ കോട്ടിയാടായി. അതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ കോട്ടിയാട്ടിലാണ് ശരിക്കും മെയിൻ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. ഈ മിഡിൽ കോട്ടിയാടെന്ന് പറയുന്നത് തന്നെ അകത്തുള്ള ദൈവങ്ങളെയും പുറത്തുള്ള മനുഷ്യരെയും തമ്മിൽ വേർതിരിക്കാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. അവിടെ ഒരുപാട് മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അവിടെ പബ്ലിക്കിന് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റും. ഓരോ മണ്ഡപത്തിൻ്റെ അകത്ത് ഓരോ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ബാലിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സരോങ് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ള ക്ഷേത്രത്തിൽ പബ്ലിക്കിന് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സരോങ്ങിൻ്റെ ആവശ്യമില്ല. ലേക്ക് ബറാത്തൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ ടെമ്പിൾ ഓൺ ദ ലേക്ക് എന്നും ഇതിനെ പറയാറുണ്ട്. ബാലിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് ലേക്ക് ബറാത്തൻ. ഇവരുടെ സുബക് എന്ന് പറയുന്ന ഇറിഗേഷൻ സിസ്റ്റം തന്നെ ഈ ലേക്ക് ബറാത്തനിലെ വെള്ളം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇതിലും താഴ്ന്ന സ്ഥലങ്ങളിലുള്ള ഒരുപാട് വാട്ടർ ടെമ്പിൾസിലേക്ക് വെള്ളം പോണത് ഇവിടെ നിന്നാണ്. ഈ മതിലിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഇന്നർ കോട്ടിയാട് അഥവാ മെയിൻ ടെമ്പിൾ കോംപ്ലക്സ്. ഇതാണ്. അകത്തേക്ക് പബ്ലിക്കിന് പ്രവേശനമില്ല. ഇവിടെയാണ് അമ്പലത്തിലെ മെയിൻ പൂജകളും സെറമണീസും ഒക്കെ നടക്കുന്നത്. വിഷ്ണു ക്ഷേത്രവും സംഗ്യാങ് വിധിവാസയുടെ ക്ഷേത്രവും ഒക്കെ ഇതിൻ്റെ അകത്താണ്.
ഈ കോംപ്ലക്സിന് പുറത്തായിട്ട് ലേക്കിൽ കുറേ പല കളറിലെ ബോട്ടുകളൊക്കെ കാണാം. ടൂറിസ്റ്റിന് ലേക്ക് ബറാത്താനിൽ ബോട്ടിംഗ് ഒക്കെ നടത്താം. സീ ലെവലിൽ നിന്ന് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ് ഏത് സമയത്തും ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ. ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെ ഒരുപാടുള്ള സമയത്താണെങ്കിൽ പോലും നല്ലൊരു കൂൾ ആംബിയൻസ് ആണ് ഇവിടെ. അതുപോലെ ഇവിടെ നിന്നുള്ള മൗണ്ടൻ്റെ വ്യൂവും ശരിക്കും അടിപൊളിയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ഈ ലേക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കോടമഞ്ഞും ഒക്കെ കാണാറുണ്ട്. ഈ ഉളുന്താനു ബറാത്തൻ ടെമ്പിളിലെ ഏറ്റവും വലിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 11 ലെയർ പഗോഡാസ് ഉള്ള ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ ഐക്കോണിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ കൂടെ പാർവതിയുടെയും ക്ഷേത്രമുണ്ട്. ലേക്കിൽ വെള്ളം നന്നായിട്ട് കൂടുമ്പോൾ ഇത് ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് ടെമ്പിൾ തന്നെയാവും. ഇത്രയും ഭംഗിയുള്ള ലേക്കും അതുപോലെ ഒരുപാട് ലെയർ പഗോഡാസൊക്കെ ഉള്ള ക്ഷേത്രവും പിന്നെ ഇവിടുത്തെ പാർക്കും അതുപോലെ ആംബിയൻസും ഒക്കെ കാരണമാണ് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നത്. മിക്ക സമയത്തും ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല തിരക്കാണ്. ഇതൊക്കെ കൊണ്ടും പിന്നെ ഈ ഐക്കോണിക് സ്ട്രക്ചർ കാരണമാണ് ബാലിയിൽ കണ്ടിരിക്കേണ്ട ടെമ്പിൾസിൻ്റെ ലിസ്റ്റിൽ ഉളുന്താനു ബറാത്തൻ വരുന്നത്. ഇവിടെ വേറെയും ടെമ്പിൾ കോംപ്ലക്സ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ 7 ലെയർ പഗോഡാസ് ഉള്ളൊരു ക്ഷേത്രമുണ്ട്. അത് ബ്രഹ്മാവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ തന്നെ വേറെയും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏത് ഡേറ്റഡ് ആണെന്ന് അവിടുത്തെ ഡെക്കറേഷൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും. പല ഡൈറ്റീസിൻ്റെ ക്ഷേത്രങ്ങളിൽ പല കളറിലെ കുടകൾ വെച്ചിട്ടുണ്ടാവും. ചുവന്ന കുടകളുള്ളത് ബ്രഹ്മാവിൻ്റെയും കറുത്തത് വിഷ്ണുവിൻ്റെയും അതുപോലെ വെളുത്ത കുടകളുള്ളത് ശിവക്ഷേത്രമാണ്. പിന്നെ ഇതുപോലെ ഇവിടെ ഓരോ ജാതിക്കാരും അവരുടെ ക്ഷേത്രത്തിൽ അവരുടേതായ കളറിലെ കുടകളാണ് വെക്കാറ്. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ബാലിനീസ് സ്പ്ലിറ്റ് ഗേറ്റ് അതായത് ഷാൻറ്റി ബെൻറ്റാർ ഉണ്ട്. ടിപ്പിക്കൽ ബാലിനീസ് കോസ്റ്റ്യൂമൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടും. അപ്പോൾ അതിൽ ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ സ്പോട്ട്സും പാർക്കും ഒക്കെയാണ്. ഇവിടെ ഒരു ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുയലിനും പിന്നെ കാർപ്പിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഫോട്ടോ സ്പോട്ട്സ് ഉള്ള വലിയ പാർക്കും ഗാർഡനും ഒക്കെയാണ്. കണ്ടാലും തീരാത്ത അത്ര ഏരിയയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു മോണ്യുമെൻറ്റ് കാണാം. 2016 ഡിസംബറിൽ ഇവിടെ വലിയൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഈ ഏരിയയെല്ലാം മൊത്തം ചെളി കൊണ്ട് മൂടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോണ്യുമെൻ്റ് ആണിത്. അങ്ങനെ എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവാത്ത അത്രമാത്രം ഒരുപാട് ഫോട്ടോ സ്പോട്ട്സൊക്കെ ഉള്ള ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളും അങ്ങനെ തിരിച്ചിറങ്ങുവാണ്. അങ്ങനെ ഉബൂദിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഉളുന്താനു ബറാത്തൻ. സമയമുണ്ടെങ്കിൽ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ നടത്താം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ പുറത്തായിട്ട് പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് നിറയെ ഷോപ്പിംഗ് സ്റ്റാളുകളാണ്. ഉബൂദിലെയും കൂട്ടയിലെയും മാർക്കറ്റ്സിൽ ഷോപ്പിങ്ങിന് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഉളുന്താനു ബറാത്തൻ ടെമ്പിൾസിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നോബ്സോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.